ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി കുളിച്ച് അതിന് ശേഷം നേരെ അടുക്കളയിൽ കയറി പുട്ടും പയറും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ വന്ന് പിള്ളേർ രണ്ടുപേരെ അങ്ങ് കുളിപ്പിച്ചതിന് ശേഷം കുഞ്ഞുവാവിക്ക് കുറുക്കെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും അമ്പാടിയും വന്നിരുന്ന് പുട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും അനിയനൊക്കെ കഴിച്ചു, പിന്നെ അമ്മയും അച്ഛനൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളാട്ടോ കഴിക്കാനുള്ളൂ. അപ്പം ഞാൻ രാവിലെ ആയിട്ട് കുളിച്ചത് ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം ഇന്ന് 1.5 വർഷം കൂടി ഞങ്ങൾ വൈക്കത്തമ്പലത്തിൽ പോവാണ് കേട്ടോ. ഞാൻ കുഞ്ഞിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ട് ഇങ്ങോട്ടേക്ക് ഇത്രയും നാളായിട്ടും വൈക്കത്തമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ കുഞ്ഞിക്കുട്ടന് 7 മാസം കഴിഞ്ഞ് പോകണമെന്ന് കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ. പക്ഷേ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നമുക്കതിന് പറ്റിയത്. അങ്ങനെ കാലത്ത് തന്നെ എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങ് പോകാമെന്ന് വെച്ച് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. പക്ഷേ നടന്നില്ല. 10 മണിയൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ രാവിലെ നട അടയ്ക്കത്തൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന്. കാരണം ഇപ്പോൾ അവിടെ വടക്കുപുറത്ത് പാട്ടും കോടിയിറച്ചിനൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നട അടയ്ക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് താമസിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ പിള്ളേരെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരുക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതിയെ അങ്ങ് ഇറങ്ങാമെന്ന് കരുതി കേട്ടോ. പിന്നെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ പോലീസ് ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ബൈക്കിനങ്ങ് പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ചേട്ടനെ ആദ്യം അങ്ങ് കൊണ്ടാക്കിയതിന് ശേഷം വന്ന് ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അനിയൻ ഞങ്ങളോട് ഒരുങ്ങി നിന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പം ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്പാടിക്ക് ഫുഡൊക്കെ കൊടുത്തതിനൊക്കെ ശേഷം പതിയെ വഴിയിലോട്ട് ഇറങ്ങാമെന്ന് കരുതി കേട്ടോ. അപ്പം അമ്പാടീനെ ചേട്ടൻ്റെ കൂടെ സാധാരണ വിടാറില്ല. ഇനിയിപ്പോൾ എങ്ങാനും വഴക്കുണ്ടാക്കിയാലോ എന്ന് ഓർത്തിട്ട് വിട്ടില്ല കേട്ടോ. അവിടെ ചെന്ന് എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ പെട്ടുപോകും. അപ്പോൾ ഇതേ രണ്ടുപേരെയും പുതിയ ഉടുപ്പാണ് കേട്ടോ രണ്ടുപേരുടെ. അപ്പോൾ രണ്ടുപേരും ഉടുപ്പൊക്കെ ഇടിച്ചു. അമ്പാടിക്ക് ഇതൊരു 3 മാസം ഉള്ളപ്പത്തിന് മേടിച്ച ഉടുപ്പാണ് കേട്ടോ. ഇപ്പോഴും അവന് ലൂസാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പുതിയ ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് ഞാനും പിള്ളേരും നേരെ വഴിയിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പം കുഞ്ഞുവാവ അമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ. എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് എടുത്തുകൊണ്ട് വഴിയിലോട്ട് പോകൽ പാടായതുകൊണ്ട് അമ്മേനെയും കൂടെ വിളിച്ച് എന്നെ വഴി വരെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ വഴിയിലിറങ്ങി നിന്നോളാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ വഴിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ കുഞ്ഞുവാവയുണ്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ അമ്പാടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ വഴിയിൽ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അനിയൻ വന്നു കേട്ടോ. അപ്പോൾ ദേ വാവയ്ക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ വന്നു. അപ്പോൾ ഇതാണ് കൃഷ്ണൻ്റെ അമ്പലം. ഞങ്ങൾ എപ്പോൾ വൈക്കത്ത് വന്നാലും ഈ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് മാത്രമേ കേട്ടോ അപ്പുറത്തോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആ ഓടിട്ട് കാണുന്നതാണ് കേട്ടോ നമ്മുടെ വൈക്കത്തമ്പലം. ഇവിടെ നിന്നാൽ കാണാം, പക്ഷേ ഇതിലെ കുറച്ചങ്ങ് വളഞ്ഞു പോയെങ്കിലും കേട്ടോ അമ്പലത്തിൽ ചെല്ലുള്ളൂ. അങ്ങനത്തെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് അവർ വേഷമൊക്കെ മാറുവാണ് കേട്ടോ, ഷർട്ടൊക്കെ മാറുവാണ്. പിന്നെ അമ്പാടിയുടെ ബനിയനൊക്കെ ഊരി. അപ്പോൾ ഞാൻ ബൈക്കിൽ ചാരി വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ട്രൈപ്പോഡ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ എടുത്തില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ അകത്ത് കയറി തൊഴുത് ഇറങ്ങി ഇനി നമ്മൾ അപ്പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. വൈക്കത്തമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കുഞ്ഞുവാവ ഉറക്കം തൂങ്ങി ചുറ്റി നിൽക്കുകയാണ് കേട്ടോ. കാലത്ത് തന്നെ അവൻ എപ്പോഴും ഉറങ്ങണയല്ലേ. അപ്പോൾ പിന്നെ ഇന്ന് ഉറങ്ങാനൊന്നും ആൾക്ക് പറ്റിയില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് വഴി പിടിച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കിഴക്കേ നടവഴിയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളെപ്പോഴും മിക്കപ്പോഴും അപ്പുറത്ത് കൂടെയൊക്കെയാണ് വരാറ്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിനകത്ത് വന്നു കേട്ടോ. നല്ല ആളാണ് കേട്ടോ. ഒരു അഷ്ടമിക്കുള്ള ആളുണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ അകത്ത് കയറാൻ വേണ്ടി ഇവിടെയും വന്ന് ഷർട്ടൊക്കെ മാറി, പിന്നെ ഇത് അമ്പൂട്ടൻ്റെ ഉടുപ്പൊക്കെ മാറി. അമ്പാടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായത് ആണത്. ഈ ഒരു മണലിലും പിന്നെ അപ്പുറത്ത് ടൈൽ പോലെയൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അവിടെയൊക്കെ ഓടി നടക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു ഭിത്തിയിൽ ചാരി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഫോൺ ചാരി വെച്ചിട്ട് ട്രൈപ്പോഡ് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ പിള്ളേരെ വഴക്കും, പിന്നെ അവിടെ ചാരി വെച്ചിട്ട് പിന്നെ നമ്മൾ തന്നെ അതൊക്കെ എടുത്ത് പെറുക്കി വെക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ ട്രൈപ്പോഡൊന്നും പുറത്തെടുത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ദേ നമ്മൾ അകത്ത് കയറുവാണ് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ അകത്തൊക്കെ. ഇപ്പുറത്തൊക്കെ നല്ല ആളാണ്. ആ ഒരു പന്തലിലൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ. ഒരു ഈച്ചയ്ക്ക് അങ്ങ് കയറാൻ പറ്റാത്ത ആളുണ്ട്. ഞങ്ങൾ ചെന്നേന്ന് അത്രയും തിരക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഓരോ ദിവസം കൂടുന്നവരും തിരക്ക് കൂടിക്കൂടി വരും കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ അകത്തൊക്കെ കയറി തൊഴുതിറങ്ങി. ഇപ്പോൾ ഇവിടെ കോടിയർച്ചനയും വടക്കുപുറത്ത് പാട്ടും എന്നൊക്കെയുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോടിയർച്ചന നടക്കുവാണ്. അപ്പോൾ ദേ ഞാൻ അവിടെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കറങ്ങി നടന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ ചുറ്റിനും ഭയങ്കര ആളാണ് കേട്ടോ. അവിടെ നിന്ന് തിരിയാൻ സമയമില്ല, സ്ഥലവും ഇല്ല. എന്നിട്ട് പിന്നെ നേരെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അതേ ആ കാണുന്ന പന്തലിനകത്താണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്ത പരിപാടിയൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞാൻ രാവിലെ നടന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അമ്പാടി ഇതിലെ തകർത്ത് ഓടി നടക്കുന്നുണ്ട് കേട്ടോ.
അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ അതിൽ നടന്നിട്ട് കാലൊക്കെ പൊള്ളുമായിരുന്നു കേട്ടോ. പക്ഷേ അമ്പാടിക്ക് അങ്ങനെ ഒരു കൂസലും ഇല്ല കേട്ടോ. അവൻ ഓടി പാഞ്ഞൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ ബാക്കി അവിടെ പന്തലലങ്കാരവും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടൊക്കെ നടന്നു. ദാഹിച്ചിട്ട് ഒരു രക്ഷയില്ല. ഞാൻ വെള്ളം എടുക്കാൻ മറന്നു പോയിട്ടോ. ഞാൻ എവിടെ പോലും വെള്ളം കൊണ്ടുപോകണയാണ്. പിന്നെ അവിടെ പോയി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് ഞങ്ങളിപ്പോൾ പോകുന്ന സമയം ഒരു 11 മണിയൊക്കെ ആയി, 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് അങ്ങനെ പോലീസുകാർ എന്തായാലും വന്ന് വഴി നിൽക്കത്തില്ല, കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ അല്ല കേട്ടോ വരുന്നത്, ഒരു ഇടവഴി കൂടെയാണ് വരുന്നത്. ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ വിസ്തരിച്ച് ഫോണൊക്കെ അകത്തി പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് അടുത്ത് കൂടെ വേറെ വണ്ടിയൊന്നും പോകാനില്ല. ഒരു കുഞ്ഞ് റോഡാണ് കേട്ടോ. കാടും മേടും പുൽത്തകിടും ഒക്കെ നിറഞ്ഞൊരു റോഡാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഫോണൊക്കെ കൈയൊക്കെ അകത്തി പിടിച്ച് ഫോണൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ചോറ് കഴിക്കുവാണ് കേട്ടോ. അപ്പം കാലത്ത് പുട്ട് തിന്നെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചോറും പിന്നെ കുറച്ച് പയറും മുട്ടക്കറിയൊക്കെ എടുത്ത് കഴിക്കുവാണ് കേട്ടോ. അമ്പാടി ഇതിൽ ഓടി നടപ്പുണ്ട്. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി ഒന്ന് ഒരുങ്ങിയിരിക്കണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കടയിലൊന്ന് പോകണം കേട്ടോ. കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം മേടിച്ച് പച്ചക്കറിയൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കടയിൽ വന്നപ്പം അതിലൊരു ആന പോയി കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അമ്പാടിനെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അമ്പാടിയും അനിയനും കൂടിയിട്ട് അപ്പുറത്ത് സ്കൂളിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ടോളാമെന്ന് പറഞ്ഞു. അമ്പാടിക്ക് അതിൽ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എന്നോട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാനും ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ വല്ലകം സ്കൂള്. അപ്പോൾ സ്കൂളും പള്ളിയും ഒരു മുറ്റത്താണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ വന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിനകത്ത് കയറുന്നത്. പള്ളിയുടെ അവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ സ്കൂളിൻ്റെ ഇങ്ങോട്ടേക്കായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ നല്ല അന്തരീക്ഷം, നല്ല കാറ്റ്, വെളിച്ചം, പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ട്രൈപ്പോഡ് വെച്ച് എടുക്കാം കേട്ടോ, വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ കുട്ടി ട്രൈപ്പോഡ് എൻ്റെ ബാഗിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ കൈ പിടിച്ച് കറങ്ങി തിരിഞ്ഞ് നടന്നൊക്കെ വീഡിയോ എടുക്കേണ്ടി വന്നേനെ. എവിടെയെങ്കിലുമൊക്കെ തൂണയിലൊക്കെ ചാരി വെച്ചൊക്കെ വീഡിയോ എടുക്കേണ്ടി വന്നേനെ കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തു. ഞങ്ങളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തത് അമ്പാടിയാണ് കേട്ടോ. അവന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരുപാട് നേരം നിന്ന് കേട്ടോ. നല്ല മഴക്കാറുണ്ട്, ഇരുണ്ട് മൂടി കെട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്നാലും അവൻ കുറച്ച് നേരം കളിച്ചോട്ടെ എന്നൊക്കെ ഓർത്തു കേട്ടോ. അങ്ങനെ അതാണ് പള്ളി, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു മുറ്റത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് പള്ളിയുടെ ഗേറ്റ് കേട്ടോ. അപ്പോൾ ആ ഒരു മുറ്റത്തിൻ്റെ നേരെ ഇപ്പുറത്താണ് ഈ സ്കൂളും കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഈ ഒരു മാവ് അവിടെ നിൽക്കണേൽ നിറച്ച് മാങ്ങയാണ് കേട്ടോ. പക്ഷെ അതങ്ങനെ ആരും പറിക്കാറില്ല, പിള്ളേരാണെങ്കിലും ആരും പറിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനും പറിച്ചില്ല. പക്ഷെ ഒരെണ്ണം ഞങ്ങൾക്ക് വീണ് കിട്ടി കേട്ടോ. ഒരു വലിയ മാങ്ങ വീണ് കിട്ടി. അത് അമ്പാടി പോയി എടുത്ത് കേട്ടോ. അങ്ങനത്തെ അമ്പാടി അനിയനും കൂടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ലൈക്കൊക്കെ തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ലൈക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്പാടിക്ക് വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോബസ്റ്റ് എടുത്ത് അനിയൻ കൊടുക്കുവാണ്. റോബസ്റ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോൾ പച്ചക്കറി കടയിൽ വന്നാലും റോബസ്റ്റ് മേടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി ട്രൈപ്പോഡും എൻ്റെ ബാഗും പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നേരെ വീട്ടിൽ വന്നു. അതിന് ശേഷം നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലീനെ പോലെ എല്ലാ സാധനങ്ങളും ഓരോന്ന് എടുത്തിങ്ങനെ കാണിക്കുവാണ് കേട്ടോ. തൈര്, പഴം, പിന്നെ കുറേ ചക്കക്കുരു, മാങ്ങ, പിന്നെ കോവയ്ക്ക, മുട്ട, അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു മുട്ട വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയുള്ള പാത്രം എടുത്തുകൊണ്ട് വരാൻ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇനി ഇതെല്ലാം ഓരോന്നേ ഒന്ന് ഒതുക്കി വെക്കണം. ഞാൻ എപ്പോൾ ചെന്നാലും 3-4 തേങ്ങ മേടിക്കണം കേട്ടോ. ഇപ്പോൾ ഇത്തവണ ഞാൻ മേടിച്ചില്ല, കാരണം വീട്ടിൽ തേങ്ങ ഇരിപ്പുണ്ട്. ഞാൻ നേരത്തെ മേടിച്ച തേങ്ങയും പിന്നെ അച്ഛൻ പണിസ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന കുറേ തേങ്ങയൊക്കെ ഇരുന്നത് കൊണ്ട് ഞാൻ തേങ്ങ മേടിച്ചില്ല കേട്ടോ. ഒന്നാമത് തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്. അങ്ങനെ പാത്രമൊക്കെ കൊണ്ടുവന്ന് ഇനി ആ മുട്ടയൊക്കെ ഓരോന്നേ പെറുക്കി അതിൻ്റെ അകത്ത് വെക്കണം കേട്ടോ. ഒന്നാമത് എനിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കുറച്ച് അകലെ പോയി കഴിഞ്ഞാൽ എനിക്ക് മുട്ട മേടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മൾ അടുത്തുള്ള കടയിലൊക്കെ നടന്നൊക്കെ പോകുമ്പോഴത്തേക്ക് മുട്ട മേടിക്കും പോലെ അല്ല കേട്ടോ. കാരണം എനിക്ക് ഇതിനു മുന്നേ ഒരു അബദ്ധം പറ്റിയതാണ്. ഞാനാണെങ്കിൽ ഞങ്ങൾ നേരത്തെ പോയിക്കൊണ്ടിരുന്നൊരു കടയിൽ, അത് കുറച്ച് ദൂരമാണ് കേട്ടോ. അവിടെ പോയി 10 മുട്ട മേടിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും 5 എണ്ണം പൊട്ടി ആകെ തരിപ്പണമായി കേട്ടോ. അതിൽ പിന്നെ ഞാനങ്ങനെ മുട്ട മേടിക്കാറില്ല. പിന്നെ നമുക്ക് അമ്പാടിക്ക് പുഴിയും കൊടുക്കാൻ, പൊരിച്ച് കൊടുക്കാനൊക്കെ ഓർത്ത് ഇരുന്നുകൊണ്ട് അങ്ങനെ കുറേ മുട്ടയൊക്കെ മേടിച്ച്, താറാമുട്ടയും കോഴിമുട്ടയും മേടിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചു. പിന്നെ കുറച്ച് കോവയ്ക്ക് മേടിച്ചു, ചക്കക്കുരു മാങ്ങയും മേടിച്ചു, വെണ്ടയ്ക്ക് മേടിച്ച്, പിന്നെ കുറേ സബോള, ഉരുളക്കിഴങ്ങ്,
പിന്നെ ദേ ഈ ഒരു മാങ്ങ അമ്പാടിക്ക് കിട്ടിയതാണ് കേട്ടോ, അവിടുന്ന് ആ മാവിൻ്റെ ചോട്ടി വീണ് കിട്ടിയ മാങ്ങയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം എടുത്ത് പെറുക്കിയൊക്കെ വെച്ചു. പിന്നെ ഇന്ന് വീഡിയോ ഇത്രയൊക്കെ എടുത്തോളൂ കേട്ടോ, അധികം വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. മൈക്ക് കുത്തിയേക്കണേൻ്റെയും പിന്നെ വാൾഫാൻ കറങ്ങണേൻ്റെയും ചെറിയൊരു സൗണ്ട് ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.